ഹലോ, അലിയാരും ബ്രാസാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ ആരായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് ഓർമ്മിക്കാൻ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യത്തിനുള്ള സംഭാവന എന്തൊക്കെയായിരുന്നു എന്ന് ചെറിയൊരു വിവരണമാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 2008 അദ്ദേഹം ഇന്ത്യയിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ അസുഖങ്ങളുടെ മരുന്നിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജനറിക് വേർഷൻ എന്ന് പറയുന്ന ഒരു വേർഷൻ ഗവൺമെൻറ് അതോറിറ്റി ബേസ്ഡ് ചെയ്തു. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്നത്തെ ജൻ ഔഷധി സ്റ്റോഴ്സ്. പതിനായിരക്കണക്കിന് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇന്ന് രാജ്യമൊട്ടാവും പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് ദാറ്റ് ഈസ് മൻമോഹൻ സിംഗ്. അപ്പോൾ എത്രമാത്രമായിരുന്നു നമ്മളിലൊക്കെ അദ്ദേഹം കരുതിയിരുന്നത്. മറ്റൊരു കാര്യം, ഇദ്ദേഹം ഇന്ന് ലോകത്തിലെ 10 ധനശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 10 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് നമ്മളോട് വിട പറഞ്ഞുപോയ മൻമോഹൻ സിംഗ്. മറ്റൊരു കാര്യം, ഇന്ന് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സിക്കിനകത്ത് റെപ്രസെൻ്റ് ചെയ്ത വലിയൊരു മനുഷ്യനാണ് കടന്നുപോയ മൻമോഹൻ സിംഗ്. അയാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടുകൂടെ രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ ജനങ്ങളും സ്വപ്നം കണ്ട ഒരു വ്യക്തി, ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മളോട് വിട പറഞ്ഞു പോയത്. മറ്റൊരു കാര്യം, ലോകം മൊത്തത്തിൽ മാന്ദ്യത്തിൽ നിൽക്കുമ്പോൾ, ലോക സാമ്പത്തിക കംപ്ലീറ്റ് മാന്ദ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് $150 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വിലയുള്ള സമയത്ത് അദ്ദേഹം നമുക്ക് 40 രൂപയ്ക്ക് പെട്രോളും 400 രൂപയ്ക്ക് ഗ്യാസും തന്ന മഹത് വ്യക്തിത്വമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മുടെ ഇന്ത്യയെ നോക്കുമ്പോൾ മൻമോഹൻ സിംഗിന്റെ മുമ്പും മൻമോഹൻ സിംഗിന് ശേഷവും നമ്മൾ വ്യത്യസ്തം അനലൈസ് ചെയ്യേണ്ടായിരുന്നു. ആ സുവർണ അവസരമാണ് നമുക്ക് കാഴ്ചവെച്ച് ആ മഹാൻ പോയത്. പിന്നെ നമുക്കെല്ലാം അറിയും ഡീമോണറ്റൈസേഷൻ, നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനത്തിന് എതിർത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിൻ്റെതായ കാരണങ്ങൾ അദ്ദേഹം നിലനിർത്തി. ചെറുകിട സംരംഭങ്ങളും അഗ്രികൾച്ചർ പ്രോപ്പർട്ടിക്കും അത് വളരെ തീരാ നഷ്ടം വരുത്തുമെന്നും നമ്മളെ GDP റേറ്റ് കുറയുമെന്നും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും. മറ്റൊരു സംഭവം, ഇന്ന് എല്ലാ ടാക്സുകളും ഏകീകരിച്ച് അത് 12% നമുക്ക് പരിമിതിക്കെടുത്ത് ആ ഒരു സുവർണാവസരം നമുക്ക് തന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഇനിയും എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്, എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഒരു വലിയ ആദരാഞ്ജലി കൊടുക്കാം, ഒരു സല്യൂട്ട് കൊടുക്കാം. ഇതുപോലത്തെ ആളുകളാണ് സ്വപ്നങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ മേഖലകളിലും നമ്പർ 1 ആയി ഉയരട്ടെ. APJ കലാം സാറിനെ പോലെ തന്നെ ഇന്ത്യ കണ്ട ഒരു വലിയ അഭിമാനത്തോടെ മൻമോഹൻ സിംഗ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് പറയാൻ ഇന്ന് ലോകത്ത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പോലെ നഷ്ടപ്പെട്ടത്. ഇനിയും വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. Yes, I am Dr. Ali, Aliyarum Dental Clinic, Melatur. Thank you all.